വെള്ളം എനിക്കിപ്പോൾ ഭയമാണ്. കുളിക്കാൻ ബാത്റൂമിൽ കയറി ഷവർ തുറക്കുമ്പോൾ പോലും വല്ലാത്തൊരു തണുപ്പ് എൻ്റെ നട്ടെല്ലിലൂടെ അരിച്ചിറങ്ങും. എൻ്റെ വലതുകാലിലെ കണങ്കാലിൽ ഇപ്പോഴും ആ പാടുകളുണ്ട്. കറുത്തു കരുവാളിച്ച 5 പാടുകൾ, വിരലുകൾ അമർന്നതിൻ്റെ പാടുകൾ. പല ഡോക്ടർമാരെയും കാണിച്ചു. തൊലിപ്പുറത്തെ എന്തോ അലർജിയാണെന്ന് അവർ പറഞ്ഞു. പല മരുന്നുകളും തന്നു. പക്ഷേ എനിക്കറിയാം, അലർജിക്ക് 5 വിരലുകളുടെ കൃത്യമായ രൂപമുണ്ടാകില്ല. വെള്ളത്തിനടിയിലെ ആ കൂരിരുട്ടിൽ എൻ്റെ ജീവൻ വലിച്ചെടുക്കാൻ ശ്രമിച്ച ആ തണുത്ത കൈകളുടെ സ്പർശനം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ചില രാത്രികളിൽ ആ തണുപ്പ് സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടിയുണരും. പിന്നെ അന്ന് ഉറങ്ങാൻ കഴിയില്ല. എൻ്റെ പേര് മനു. എറണാകുളത്തെ ഇൻഫോ പാർക്കിൽ ഒരു പ്രമുഖ IT കമ്പനിയിൽ പ്രൊജക്ട് മാനേജറാണ് ഞാൻ. ലക്ഷങ്ങളാണ് ശമ്പളം, സ്വന്തമായ ഫ്ലാറ്റ്, കാർ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എൻ്റെ ജീവിതം ഒരു സ്വർഗമാണ്. പക്ഷെ ഉള്ളിൽ അനുഭവിക്കുന്ന എനിക്കറിയാം, അതൊരു നരകമാണെന്ന്. കഴിഞ്ഞ 6 മാസമായി എനിക്ക് സ്വന്തമായൊരു ജീവിതമുണ്ടായിരുന്നില്ല. വലിയൊരു വിദേശ ക്ലയൻറ്റിൻ്റെ പ്രൊജക്റ്റായിരുന്നു. രാവിലെ 9 മണിക്ക് സിസ്റ്റത്തിന് മുന്നിലിരുന്നാൽ പാതിരാത്രിയാകും ഒന്ന് തലയുയർത്താൻ. കോഡിങ്ങിലെ തെറ്റുകൾ, മീറ്റിങ്ങുകൾ, ക്ലയൻറ്റിൻ്റെ പരാതികൾ. ഇതിനിടയിൽ സ്വന്തം കാര്യം നോക്കാൻ സമയമില്ലായിരുന്നു. ഉറക്കം തീരെ ഇല്ലാതായി. എപ്പോഴും തലവേദന, കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് വീണു. കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ മനസ്സിലാകാത്ത അവസ്ഥയായി. ഒരു ബ്രേക്ക് വേണമെന്ന് എനിക്ക് തോന്നി. ഒരാഴ്ചത്തെ ലീവ് ചോദിച്ചു. ഫോണിൽ കൂടെയാണ് അപേക്ഷിച്ചത്. എൻ്റെ അന്നത്തെ മാനേജർ പ്രവീൺ അത് നിഷ്കരുണം തള്ളിക്കളഞ്ഞു. അയാൾക്ക് മനുഷ്യപ്പറ്റില്ലായിരുന്നു. ടാർഗറ്റ് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. ഡെലിവറി സമയമാണ് മനു. ഈ സമയത്ത് ലീവ് ചോദിക്കുന്നത് ശരിയല്ല. പ്രൊജക്റ്റ് കഴിയട്ടെ, അപ്പോൾ നോക്കാം, അയാൾ തീർത്തു പറഞ്ഞു. എനിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു. സിസ്റ്റം അടിച്ചു പൊട്ടിക്കാൻ തോന്നി. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ജോലി കളയാൻ പറ്റില്ലല്ലോ. ഞാൻ വീണ്ടും യന്ത്രം പോലെ ജോലി തുടർന്നു. അങ്ങനെ ഇരിക്കെയാണ് അപ്രതീക്ഷിതമായ ആ സംഭവം ഉണ്ടായത്. പ്രവീൺ രാജിവെച്ചു. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കമ്പനിയിലെ ഏറ്റവും വലിയ പെർഫോമറായിരുന്നു അയാൾ. പക്ഷേ അയാളും ഒരു മനുഷ്യനാണല്ലോ. പ്രഷർ താങ്ങാൻ വയ്യാതായിട്ടാണ് അയാൾ പോയതെന്ന് പിന്നീട് അറിഞ്ഞു. അയാൾക്ക് ഹൃദയാഘാതം വന്നെന്നും കേട്ടു. സത്യമാണോ എന്നറിയില്ല. എന്തായാലും പകരം വന്നത് രാജീവ് എന്നൊരാളാണ്. ഡൽഹിയിൽ നിന്നുമാണ് അയാൾ വന്നത്. പുള്ളി കുറച്ചുകൂടി മനുഷ്യപ്പറ്റുള്ള ആളായിരുന്നു. ടീമിലെ എല്ലാവരുമായി അയാൾ സംസാരിച്ചു. പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. ഞാൻ വീണ്ടും ലീവിന് അപേക്ഷിച്ചു. രാജീവ് എന്നെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഞാൻ പേടിച്ചാണ് പോയത്. വീണ്ടും നോ പറയുമോ എന്ന് ഭയന്നു. പക്ഷെ അയാൾ ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. യു ലുക്ക് ടയേർഡ് മനു. വല്ലാതെ സ്ട്രെസ് ഉണ്ടെന്ന് മുഖം കണ്ടാലറിയാം. ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ് ലീവ് സിസ്റ്റത്തിൽ അപ്രൂവ് ചെയ്തു. കൂടെയുള്ളവരെ ആദ്യമേ തന്നെ ഉറപ്പിക്കേണ്ട എന്ന് കരുതിയാകും അയാൾ അങ്ങനെ ചെയ്തത്. കാരണം എന്തായാലും അന്ന് എനിക്ക് തോന്നിയ ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയതുപോലെ തോന്നി. ജൂൺ മാസത്തെ ആദ്യത്തെ ആഴ്ചയായിരുന്നു അത്. മഴക്കാലം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എറണാകുളത്ത് നിന്ന് എൻ്റെ കാറിൽ പുറപ്പെടുമ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. ആകാശം ഇരുണ്ടു മൂടിക്കിടന്നു. ഉച്ച കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വൈകുന്നേരമായതുപോലെ. വൈറ്റില ട്രാഫിക് ബ്ലോക്കിൽ ഞാൻ കുടുങ്ങി. പക്ഷേ എനിക്ക് ദേഷ്യം വന്നില്ല. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വീണ് തെറിക്കുന്നത് ഞാൻ നോക്കിയിരുന്നു. AC ഓഫ് ചെയ്ത് ഞാൻ വിൻഡോ ഗ്ലാസ് അല്പം താഴ്ത്തി വെച്ചു. നനഞ്ഞ മണ്ണിൻ്റെ മണം വണ്ടിക്കുള്ളിലേക്ക് കയറി വന്നു. ലക്ഷ്യം ചാലക്കുടിയിലുള്ള എൻ്റെ അമ്മ വീടാണ്. എൻ്റെ തറവാട്. പണ്ട് കുട്ടിക്കാലത്ത് വേനലവധിക്കൊക്കെ അവിടെ പോയി 2 മാസം നിൽക്കുമായിരുന്നു. എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളുള്ളത് അവിടെയാണ്. ജോലി കിട്ടിയ ശേഷം വല്ലപ്പോഴും ഒരു ദിവസത്തെ പോക്ക് മാത്രമായി അത് ചുരുങ്ങി. പോയാലോ നിൽക്കാനൊട്ടും സമയമില്ല. രാവിലെ പോയി വൈകുന്നേരം തിരികെ പോരും. ഇത്തവണ ഓർക്കാപ്പുറത്ത് അവിടെ ചെന്ന് ഒരാഴ്ച നിൽക്കാമെന്ന ചിന്ത എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ടാർഗറ്റ് ഇല്ലാത്ത, ഫോൺ കോളുകളില്ലാത്ത ഒരാഴ്ച. ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ മഴ കനത്തു. വൈപ്പറുകൾ അതിൻ്റെ പരമാവധി വേഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു. എറണാകുളത്തെ തിരക്കുകൾ പിന്നിലായി. കളമശ്ശേരിയും ആലുവയും പിന്നിട്ടു. അങ്കമാലി കഴിഞ്ഞപ്പോൾ മുതൽ റോഡിനിരുവശവും പച്ചപ്പ് കൂടി വന്നു. മഴ നനഞ്ഞ് മരങ്ങൾ കുളിച്ചു നിൽക്കുന്നു.
ചാലക്കുടി ടൗൺ എത്തിയപ്പോൾ നേരം വൈകുന്നേരമായിരുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് കുറച്ച് ദൂരം കൂടെ സഞ്ചരിക്കണം. ടൗണിലെ തിരക്കുകൾ പെട്ടെന്ന് അവസാനിച്ചു. ചെറിയ റോഡുകളായി. ഇരുവശവും റബ്ബർ തോട്ടങ്ങളും പറമ്പുകളും. ഇരുട്ട് വീഴുന്നതിനു മുമ്പ് തന്നെ ഞാൻ തറവാട്ടിലെത്തി. വലിയൊരു മുറ്റമുള്ള പഴയ വീട്. ഓടുമേഞ്ഞ മേൽക്കൂര. മുറ്റത്ത് കുറെ വലിയ മരങ്ങളുണ്ട്. ഒരു വലിയ പ്ലാവ്, 2-3 മാവുകൾ. മഴവെള്ളം വീണ് മുറ്റം കുതിർന്നിരുന്നു. മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. കാർ നിർത്തി ഞാൻ പുറത്തിറങ്ങി. ഈറൻ മണ്ണിൻ്റെയും കരിയിലഴുകുന്നതിൻ്റെയും മണം മൂക്കിലേക്ക് ഇരച്ചു കയറി. ഒരു തണുത്ത കാറ്റ് വീശി. ഉമ്മറത്തപ്പൂപ്പൻ ചാരുകസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ആ മുഖം തിളങ്ങി. അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ണിന് കാഴ്ച കുറവാണ്. എങ്കിലും എന്നെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ആരാ അത്, മനുവാണോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ ചെന്ന് ആ കൈകളിൽ പിടിച്ചു. ആ കൈകൾക്ക് നല്ല പരുപരുപ്പുണ്ടായിരുന്നു. അകത്തുനിന്ന് അമ്മൂമ്മയും അമ്മയുടെ ജ്യേഷ്ഠനും കുടുംബവും ഇറങ്ങി വന്നു. എൻ്റെ അമ്മാവനും അമ്മായിയും. അവർക്കെന്നെ കണ്ടപ്പോൾ വലിയ അത്ഭുതമായി. പറയാതെ വന്നതുകൊണ്ട് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കസിൻ ഹരിയും അവിടെ ഉണ്ടായിരുന്നു, അമ്മാവൻ്റെ മകൻ. ഞങ്ങൾ തമ്മിൽ വലിയ കൂട്ടാണ്. കുട്ടിക്കാലത്ത് ആ പറമ്പുകളിലൂടെ ഒരുമിച്ച് ഓടി നടന്നവരാണ് ഞങ്ങൾ. അവൻ നാട്ടിൽ തന്നെ ഒരു ബിസിനസ് ചെയ്യുകയാണ്. എന്നെ കണ്ടപ്പോൾ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എന്താടാ, വഴി തെറ്റി വന്നതാണോ? അവൻ ചോദിച്ചു. അവനെ കണ്ടപ്പോൾ എൻ്റെ ക്ഷീണം പകുതി മാറി. അന്ന് രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. മഴയ്ക്കൊട്ടും ശമനമില്ല. ശക്തിയായി പെയ്യുകയാണ്. ഓടിൻ പുറത്ത് മഴ വീഴുന്ന ശബ്ദം വീടിനുള്ളിൽ മുഴങ്ങി കേൾക്കാം. അത്താഴത്തിന് നല്ല ചൂട് കഞ്ഞിയും പയറും പപ്പടവും ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അത്രയും രുചിയോടെ ഭക്ഷണം കഴിക്കുന്നത്. അത്താഴം കഴിഞ്ഞ് ഞാനും ഹരിയും കൂടി പുറത്തിറങ്ങി. വീട്ടിലിരുന്ന് മുഷിയേണ്ട എന്ന് കരുതിയാണ്. എൻ്റെ കാറിൽ തന്നെ ചാലക്കുടി ടൗണിലേക്ക് പോയി. മഴയത്ത് വണ്ടി ഓടിക്കാൻ ഹരിക്ക് വലിയ ഇഷ്ടമാണ്. അവിടെ ഒരു തിയേറ്ററിൽ ഞങ്ങൾ സെക്കൻഡ് ഷോ കണ്ടു. പടം ഏതാണെന്ന് പോലും ഇപ്പോൾ ഓർമ്മയില്ല. സിനിമയേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ആ യാത്രയായിരുന്നു. മഴയത്തുള്ള ഡ്രൈവിംഗ്, പഴയ കഥകൾ പറഞ്ഞുള്ള ഹരിയുടെ സംസാരം, പണ്ടത്തെ ഞങ്ങളുടെ കളികൾ, സ്കൂളിലെ കഥകൾ എല്ലാം. ഓഫീസും ടാർഗറ്റും ക്ലയൻറ്റുമെല്ലാം ഇതിൽ നിന്നൊക്കെ എത്രയോ അകലെയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ ലോകം മാറി മറിഞ്ഞതുപോലെ. തിരികെ വീട്ടിലെത്തുമ്പോൾ രാത്രി 1 മണി കഴിഞ്ഞിരുന്നു. ഞാൻ ഹരിയുടെ മുറിയിലാണ് കിടന്നത്. വലിയ ജനലുകളുള്ള മുറി. ജനൽ തുറന്നിട്ടാൽ പുറത്തെ മഴ കാണാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു താരാട്ടുപോലെ പുറത്തെ മഴയുടെ ഇരമ്പൽ കേൾക്കാമായിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഞാൻ സമാധാനമായി ഒന്നുറങ്ങി. ഫോൺ സൈലൻറ്റിലാക്കി വെച്ചിരുന്നു. ആരും എന്നെ ശല്യം ചെയ്യാനുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ 8 മണി കഴിഞ്ഞിരുന്നു. നാട്ടിലെ രീതി വെച്ച് അത് വലിയ വൈകലാണ്. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴ തകർത്തു പെയ്യുകയാണ്. ഇന്നലത്തേക്കാൾ ശക്തിയുണ്ട്. മുറ്റത്തെ മരങ്ങളിൽ നിന്നൊക്കെ ഇലകൾ വീണ് കിടപ്പുണ്ട്. ആകാശം ഇരുണ്ടിരിക്കുന്നു. സൂര്യനെ കാണാനേയില്ല. ഞാൻ പല്ല് തേച്ച് മുഖം കഴുകി പുറത്തേക്ക് വന്നു. അമ്മൂമ്മ നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടാക്കി തന്നു. ഞാൻ ഇറയത്തേക്ക് നടന്നു. പഴയ വീടുകളിലെ വലിയ ഇറയം. അവിടെ ഒരു അരമതിലുണ്ട്. ഞാൻ ആ മതിലിൽ കാലും നീട്ടിയിരുന്നു. കയ്യിൽ ആവി പറക്കുന്ന ഗ്ലാസ്. പുറത്ത് മഴയുടെ സംഗീതം. ഇൻഫോ പാർക്കിലെ AC മുറികളിലെ വരണ്ട കാറ്റിന് പകരം നല്ല തണുത്ത ജീവനുള്ള കാറ്റ്. ഞാൻ ആ അന്തരീക്ഷം ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. ഓരോ ഇറക്ക് കട്ടൻ ചായ കുടിക്കുമ്പോഴും എൻ്റെ ഉള്ളിലെ സ്ട്രെസ് അരിഞ്ഞില്ലാതാകുന്നത് പോലെ തോന്നി. അപ്പോഴാണ് ഹരി അങ്ങോട്ട് വന്നത്. അവനൊരു പഴയ കൈലിമുണ്ട് മടക്കി കുത്തിയിട്ടുണ്ട്. മുകളിൽ ഷർട്ടൊന്നുമില്ല. കയ്യിലൊരു പഴയ പ്ലാസ്റ്റിക് ബക്കറ്റുണ്ട്. അതിൽ ഒരു വീശുവല കിടക്കുന്നുണ്ട്. എന്താടാ മനുവേ, ഈ മഴ കണ്ട് പേടിച്ച് കുത്തിയിരിക്കുകയാണോ? അവൻ ചോദിച്ചു. ഏയ്, ഞാൻ ചുമ്മാ മഴ കണ്ടിരിക്കുക. നല്ല രസമുണ്ട് കാണാൻ, ഞാൻ പറഞ്ഞു. എന്നാൽ വാ, വെറുതെ ഇരുന്ന് സമയം കളയാതെ നമുക്കൊരു പരിപാടിയുണ്ട്. ഈ മഴയത്ത് എന്തു പരിപാടി? ഞാൻ ചോദിച്ചു. നമുക്ക് മീൻ പിടിക്കാൻ പോകാം. ഈ പെയ്ത്തുവെള്ളത്തിൽ പാടത്തേക്ക് നല്ല പോലെ മീൻ കയറും. പുഴയിൽ നിന്നും തോടിൽ നിന്നുമൊക്കെ വെള്ളം കയറില്ലേ? ഹരി പറഞ്ഞു. കേട്ട പാതി ഞാൻ കട്ടൻ ചായ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു.
ക്ലാസ് അവിടെ വെച്ച് ഞാൻ ചാടി എഴുന്നേറ്റു. കുട്ടിക്കാലത്ത് ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് മഴയത്തെ മീൻപിടുത്തം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ ആവേശം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു IT മാനേജർ ആണെന്നുള്ള ബോധമൊക്കെ എവിടെയോ പോയി മറഞ്ഞു. ഞാൻ വേഗം മുറിയിൽ പോയി ഒരു പഴയ പരുക്കൻ ട്രൗസറും ഒരു ടീഷർട്ടും ഇട്ടു വന്നു. ചൂണ്ടയൊന്നും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ നിൽക്കാൻ സമയമില്ല. പകരം അവൻ്റെ കയ്യിലുള്ള വീശുവലയാണ് ആയുധം. ഞങ്ങൾ 2 വലിയ കുടയും ചൂടി വീടിൻ്റെ പുറകിലുള്ള പറമ്പിലൂടെ പാടത്തേക്ക് നടന്നു. പറമ്പിൽ മുഴുവൻ നനഞ്ഞ കരിയിലകളാണ്. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ തെന്നി വീഴും. പാടം മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഒരു ചെറിയ കടൽ പോലെ. വരമ്പുകൾ കഷ്ടിച്ചു കാണാം. അവിടെയായി ചില പുൽക്കൊടികൾ മാത്രം വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുടമടക്കി വരമ്പത്തൊരു മൂലയിൽ വെച്ചു. മഴ കൊള്ളാതെ മീൻ പിടിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ മഴയത്തേക്ക് ഇറങ്ങി. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. എൻ്റെ കാലുകൾ വരമ്പിലെ ചെളിയിൽ താഴ്ന്നുപോയി. ഒരു പ്രത്യേക സുഖമുള്ള തണുപ്പ്. മഴവെള്ളത്തിൽ അടുത്തുള്ള വലിയ തോട്ടിൽ നിന്നൊക്കെ മീനുകൾ പാടത്തേക്ക് കയറും. വെള്ളം കൂടുതലായതുകൊണ്ട് അവയ്ക്ക് വഴി തെറ്റുന്നതാണ്. പാടത്തെ പുല്ലുകൾക്കിടയിലൂടെ അവയ്ക്ക് വലിയ വേഗത്തിൽ നീന്താൻ കഴിയില്ല. ഹരി ഒരു സ്ഥലത്ത് വല വിരിച്ചു പിടിച്ചു നിന്നു. ഞാൻ അല്പം മാറി നിന്ന് വെള്ളം കലക്കി മീനുകളെ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചു. പണ്ട് ഞങ്ങൾ ചെയ്തിരുന്ന അതേ രീതി. കുറച്ചു കഴിഞ്ഞപ്പോൾ വലയിലെന്തോ കുരുങ്ങിയതുപോലെ തോന്നി. വെള്ളം അനങ്ങുന്നുണ്ട്. ഹരി വേഗം വല പൊക്കി. അതിൽ 2 മീനുകൾ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു കൂരിയും ഒരു വരാലും. ഞങ്ങൾ ആവേശത്തോടെ അവയെ പിടിച്ച് ബക്കറ്റിലിട്ടു. മഴ കൊള്ളുന്നതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. തണുപ്പ് എൻ്റെ ശരീരത്തെ മരവിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സ് തിളച്ചു മറിയുകയായിരുന്നു. ചെളിയിൽ വീണും എഴുന്നേറ്റും ഞങ്ങൾ മീൻപിടുത്തം തുടർന്നു. എൻ്റെ മുഖത്തും മുടിയിലുമെല്ലാം ചെളി പറ്റി. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. മഴയ്ക്ക് യാതൊരു കുറവുമില്ല. ബക്കറ്റിൽ അത്യാവശ്യം മീനായി. വലിയ 2-3 വരാലുകൾ വേറെയുമുണ്ട്. മതിയടാ, ഇത് വീട്ടിൽ കൊണ്ടു കൊടുക്കാം. അമ്മൂമ്മ കറി വയ്ക്കട്ടെ, ഹരി പറഞ്ഞു. അവൻ്റെ പല്ലുകൾ തണുപ്പ് കാരണം കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വരമ്പിലൂടെ തിരികെ നടന്നു. ബക്കറ്റ് അടുക്കളയുടെ വശത്ത് കൊണ്ടുപോയി വെച്ചു. അമ്മൂമ്മയ്ക്ക് മീൻ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. ഞങ്ങളുടെ ദേഹം മുഴുവൻ ചെളിയായിരുന്നു. തലമുടിയിൽ പറ്റിപ്പിടിച്ച ചെളി കഴുത്തിലൂടെ താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. ദേഹത്തെ ചെളി കളയാൻ മുറ്റത്തെ പൈപ്പ് തുറക്കാൻ ഞാൻ പോയതാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിലായ ഓർമ്മ വന്നത്. പഴയൊരു ഓർമ്മ. എടാ ഹരി, നമുക്ക് പൈപ്പിലെ വെള്ളത്തിൽ കുളിക്കണ്ട, കുളത്തിൽ പോകാം, ഞാൻ പറഞ്ഞു. ഹരി എന്നെ സംശയത്തോടെ നോക്കി. അവൻ മുഖത്തെ വെള്ളം കൈകൊണ്ട് തുടച്ചു മാറ്റുകയായിരുന്നു. ഏതു കുളം? അവൻ ചോദിച്ചു. അതാ പാടത്തിൻ്റെ അറ്റത്തുള്ള പാറക്കെട്ടിൻ്റെ താഴെയുള്ള കല്ലിടുക്കിലെ കുളം, ഞാൻ പറഞ്ഞു. ഹരി ഒന്ന് ചിരിച്ചു. അവൻ്റെ ചിരിയിൽ ചെറിയൊരു പരിഹാസമുണ്ടായിരുന്നു. എടാ പൊട്ടാ, എറണാകുളംകാരാ, നമ്മൾ പണ്ട് വേനലവധിക്ക് വരുമ്പോൾ ആ കുളത്തിൽ വെള്ളം കാണാറില്ലല്ലോ. വെറും പാറയും ചെളിയും മാത്രം. അത് വറ്റി വരണ്ട് കിടക്കുകയായിരിക്കും. അവിടെ പോയി കുളിക്കാൻ പറ്റില്ല. എടാ, അത് വേനൽക്കാലത്തല്ലേ, ഇപ്പോൾ നല്ല മഴയല്ലേ. നീ ഈ പാടത്തെ വെള്ളം കണ്ടില്ലേ? എന്തായാലും കുളത്തിൽ വെള്ളം കാണും. നമുക്കവിടെ പോയി നീന്തി കുളിക്കാം. കുറേ കാലമായില്ലേ നീന്തിയിട്ട്. എറണാകുളത്തെ ഫ്ലാറ്റിലെ ബാത്റൂമിൽ നിന്ന് കുളിച്ച് എനിക്ക് മടുത്തു, ഞാൻ നിർബന്ധിച്ചു. കുളത്തിൽ നീന്തി കുളിക്കാനുള്ള മോഹം ഹരിക്കുമുണ്ടായിരുന്നിരിക്കണം. അവൻ്റെ മുഖമൊന്ന് തിളങ്ങി. അവൻ വേഗം അകത്തുപോയി 2 പഴയ തോർത്തുമുണ്ടെടുത്തു വന്നു. ഞങ്ങൾ വീണ്ടും പാടത്തിൻ്റെ വരമ്പിലൂടെ നടന്നു. മഴ അല്പം കുറഞ്ഞിരുന്നു. വലിയ തുള്ളികൾക്ക് പകരം ഇപ്പോൾ ചാറ്റൽ മഴയാണ്. പാടത്തിൻ്റെ അറ്റത്ത് ഒരു വലിയ കറുത്ത പാറക്കെട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് ആ കുളം. ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ കാഴ്ച കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. എൻ്റെ ഓർമ്മയിലുള്ള ആ വറ്റി വരണ്ട കുളമായിരുന്നില്ല അത്. കുളം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇളം നീല നിറമുള്ള വെള്ളം. മഴത്തുള്ളികൾ വീണ് വെള്ളത്തിൽ ചെറിയ വൃത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുളത്തിനു ചുറ്റും പച്ച പരവതാനി വിരിച്ച പോലെയുള്ള ചെറിയ പുൽമേട്. അതിനപ്പുറം ഞങ്ങളിപ്പോൾ മീൻ പിടിച്ച വിശാലമായ നെൽവയൽ. ഒരു വശത്ത് ആ വലിയ കറുത്ത പാറക്കെട്ട് ഒരു കോട്ട പോലെ നിൽക്കുന്നു. ആ കാഴ്ച തന്നെ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. ഒരു സ്വർഗം പോലെ. അവിടെ ആ ശാന്തമായ വെള്ളത്തിനടിയിൽ
ഒരു വലിയ അപകടം എനിക്കായി കാത്തിരിപ്പുണ്ടെന്ന് അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എൻ്റെ കണ്ണുകൾ ആ ഭംഗിയിൽ മയങ്ങിപ്പോയിരുന്നു. ഞങ്ങൾ ഇരുവരും ഷർട്ടും ട്രൗസറും അഴിച്ച് അവിടെയുള്ള പാറപ്പുറത്ത് വെച്ചു. തോർത്തൊടുത്ത് കുളത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായി. ഹരിയാണ് ആദ്യം വെള്ളത്തിലേക്ക് കാലു വെച്ചത്. നല്ല തണുപ്പുണ്ടടാ വെള്ളത്തിന്, അവൻ പറഞ്ഞു. അവൻ പതിയെ വെള്ളത്തിലേക്കിറങ്ങി. പിന്നാലെ ഞാനും. കുളത്തിൻ്റെ വശങ്ങളിൽ അധികം താഴ്ചയില്ല, പക്ഷെ നടുവിലേക്ക് പോകും തോറും നല്ല ആഴമുണ്ട്. ഞങ്ങൾ നീന്താൻ തുടങ്ങി. കുറേ കാലത്തിന് ശേഷമുള്ള നീന്തൽ എൻ്റെ ശരീരത്തിന് വല്ലാത്ത ഉന്മേഷം നൽകി. ദേഹത്തെ ചെളിയെല്ലാം വെള്ളത്തിൽ അലിഞ്ഞുപോയി. ചാറ്റൽ മഴ മുഖത്ത് വീഴുന്നത് നല്ല സുഖമുള്ള അനുഭവമായിരുന്നു. ഞാൻ നീന്തി കുളത്തിൻ്റെ ഏകദേശം നടുവിലേക്കെത്തി. അവിടെ നല്ല ആഴമുണ്ട്. കാല് നിലത്ത് മുട്ടില്ല. ഞാൻ മലർന്നു കിടന്ന് വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ ശ്രമിച്ചു. കണ്ണുകൾ അടച്ച് ആ തണുപ്പ് ആസ്വദിച്ചു. ഹരി എൻ്റെ പുറകിൽ എവിടെയോ നീന്തുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് എനിക്ക് ആ തോന്നലുണ്ടായത്. എൻ്റെ വലതുകാലിൽ എന്തോ തട്ടിയതുപോലെ. വെള്ളത്തിനടിയിലുള്ള പുല്ലുകളോ വള്ളികളോ ആകുമെന്ന് ഞാൻ കരുതി. ഈ മഴക്കാലത്ത് കുളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. ഞാൻ കാലൊന്നു കുടഞ്ഞു. പുല്ല് മാറിയതുപോലെ തോന്നി. ഞാൻ വീണ്ടും കണ്ണുകൾ അടച്ചു കിടന്നു. പക്ഷേ 10 സെക്കൻഡ് കഴിഞ്ഞില്ല, വീണ്ടും ആ സ്പർശനം. ഇത്തവണ അതൊരു തട്ടലായിരുന്നില്ല, അതൊരു പിടുത്തമായിരുന്നു. എൻ്റെ വലതുകാലിൻ്റെ കണങ്കാലിൽ ആരോ മുറുകെ പിടിച്ചതുപോലെ. ശക്തമായൊരു പിടുത്തം. വിരലുകൾ എൻ്റെ മാംസത്തിലേക്ക് അമരുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ കണ്ണുകൾ വികസിച്ചു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു. എൻ്റെ ആദ്യത്തെ ചിന്ത ഹരി വെള്ളത്തിനടിയിലൂടെ നീന്തി വന്ന് എന്നെ പേടിപ്പിക്കാൻ കാലിൽ പിടിച്ചതാകുമെന്നായിരുന്നു. പണ്ട് ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഹരി, നിർത്തടാ നിന്റെ കളി, ഞാൻ ചിരിച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ തൊണ്ട വരണ്ടുപോയി. ഹരി എൻ്റെ അടുത്തായിരുന്നില്ല. അവൻ കുളത്തിൻ്റെ കരയിൽ പാറക്കെട്ടിന് മുകളിൽ കയറി നിന്ന് ദേഹത്ത് സോപ്പ് തേക്കുകയായിരുന്നു. അവൻ എൻ്റെ നേർക്ക് തിരിഞ്ഞല്ല നിൽക്കുന്നത്. അവൻ്റെ പുറംഭാഗമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ കാലിൽ പിടിച്ചിരിക്കുന്നത് ആരാണ്? ഹരി കരയിലാണെങ്കിൽ ഈ വെള്ളത്തിനടിയിൽ എൻ്റെ കാലിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ആ 5 വിരലുകൾ ആരുടേതാണ്? എൻ്റെ ഹൃദയമിടിപ്പ് നിന്നതുപോലെ എനിക്ക് തോന്നി. എൻ്റെ കാലിലെ ആ പിടുത്തം കൂടുതൽ മുറുകി. ഐസ് പോലെയുള്ള തണുപ്പ് ആ വിരലുകൾക്കുണ്ടായിരുന്നു. അത് വെറും ഒരു വള്ളിയല്ല, അതൊരു മനുഷ്യൻ്റെ കൈയാണെന്ന് എനിക്ക് ഉറപ്പായി. നല്ല ഉറപ്പുള്ള ഒരു കൈ. ഞാൻ വായ തുറന്ന് ഹരിയെ വിളിക്കാൻ ശ്രമിച്ചു. ഒരു നേരിയ ശബ്ദം മാത്രമേ പുറത്തു വന്നുള്ളൂ. അടുത്ത നിമിഷം ആ കൈ എൻ്റെ കാലിൽ പിടിച്ച് അത്യുഗ്രമായ ശക്തിയോടെ താഴേക്ക് വലിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ വലിയിൽ ഞാൻ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് പോയി. എൻ്റെ തലയ്ക്ക് മുകളിൽ കുളത്തിലെ വെള്ളമടഞ്ഞു. വെളിച്ചം പോയി, പകരം പച്ച കലർന്ന ഇരുട്ട് മാത്രം. ഞാൻ ശ്വാസം വിടാൻ മറന്നു. എൻ്റെ വായ നിറയെ വെള്ളം കയറി. ആ കൈ എന്നെ കുളത്തിൻ്റെ ഇരുണ്ട അടുത്തട്ടിലേക്ക്, ആ പാറക്കെട്ടുകളുടെ ഇടയിലേക്ക് നിർദ്ദയം വലിച്ചുകൊണ്ടുപോവുകയായിരുന്നു. വെള്ളത്തിനടിയിലെ ആ ഇരുട്ടിലേക്ക് ഞാൻ താഴ്ന്നു പോവുകയായിരുന്നു. ശ്വാസം കിട്ടാതെ എൻ്റെ നെഞ്ച് പൊട്ടാൻ തുടങ്ങിയിരുന്നു. കണ്ണുകൾ തുറന്നിട്ടും ഒന്നും കാണാൻ കഴിയുന്നില്ല. കലങ്ങിയ പച്ചവെള്ളം മാത്രം. എൻ്റെ വലതുകാലിലെ ആ പിടുത്തം അല്പം പോലും അയഞ്ഞിരുന്നില്ല. അതെന്നെ കുളത്തിൻ്റെ ഏറ്റവും ആഴമുള്ള ആ കറുത്ത പാറക്കെട്ടുകളുടെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു മനുഷ്യൻ്റെ കൈകൾക്ക് ഇത്രയും ശക്തിയുണ്ടാകുമോ? എനിക്കറിയില്ല. ആ വിരലുകൾ എൻ്റെ എല്ലുകളിൽ ചെന്ന് തറയ്ക്കുന്നത് പോലെ തോന്നി. ഐസ് കട്ട പോലെ തണുത്ത വിരലുകൾ. ഞാൻ സർവ്വശക്തിയുമെടുത്ത് കുതറാൻ ശ്രമിച്ചു. എൻ്റെ ഇടതുകാൽ ഉപയോഗിച്ച് ഞാൻ ആ രൂപത്തെ തൊഴിക്കാൻ നോക്കി. വെള്ളത്തിനടിയിൽ എൻ്റെ ജനലങ്ങൾക്ക് തീരെ വേഗതയുണ്ടായിരുന്നില്ല. എൻ്റെ കാൽ എന്തിലോ ചെന്ന് തട്ടി. അതൊരു പാറയായിരുന്നില്ല, വഴുവഴുപ്പുള്ള തണുത്ത എന്തോ ഒന്ന്. ഒരു ജീവിയുടേതുപോലെയുള്ള ശരീരം. എൻ്റെ ഉള്ളിലെ ഭയം അതിൻ്റെ പാരമ്യത്തിലെത്തി. അത് മനുഷ്യനല്ല, മറ്റെന്തോ ആണ്. വായിലൂടെയും മൂക്കിലൂടെയും വെള്ളം ഉള്ളിലേക്ക് ഇരച്ചു കയറി. തൊണ്ടയിൽ വല്ലാത്തൊരു എരിച്ചിൽ. ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറുന്നതിൻ്റെ വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് എനിക്ക് ഉറപ്പായി. എൻ്റെ മനസ്സിലൂടെ ഒരുപാട് ചിത്രങ്ങൾ മിന്നിമറഞ്ഞു. അമ്മ, അച്ഛൻ, എറണാകുളത്തെ എൻ്റെ ഫ്ലാറ്റ്, തീർക്കാനുള്ള പ്രൊജക്റ്റുകൾ എല്ലാം അവസാനിക്കാൻ പോകുന്നു. ഈ അജ്ഞാതമായ കുളത്തിൻ്റെ അടിത്തട്ടിൽ
ചെളിയിൽ പുതഞ്ഞ് എൻ്റെ ജീവിതം തീരുകയാണ്. മുകളിലേക്ക് നോക്കിയപ്പോൾ മങ്ങിയ ഒരു വെളിച്ചം മാത്രം കാണാം. ജലപ്പരപ്പിൽ മഴത്തുള്ളികൾ വീഴുന്നതിൻ്റെ ചെറിയ അനക്കം. അതെല്ലാം എന്നിൽ നിന്നും വളരെ അകലെയാണ്. എൻ്റെ കൈകാലുകളുടെ ശക്തി കുറഞ്ഞു വന്നു. ശരീരത്തിന് വല്ലാത്തൊരു ഭാരം തോന്നാൻ തുടങ്ങി. വേദന പതുക്കെ ഇല്ലാതാകുന്നതുപോലെ. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ നിലച്ചുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ കൂടുതൽ ഇരുണ്ടു. ചെവിയിൽ വല്ലാത്തൊരു മൂളൽ ശബ്ദം മാത്രം. ഞാൻ മരണത്തിന് കീഴടങ്ങാൻ പോവുകയായിരുന്നു. എൻ്റെ അവസാനത്തെ ചെറുത്തുനിൽപ്പും അവസാനിച്ചു. ഞാൻ കണ്ണുകൾ അടച്ചു. അപ്പോഴാണ് മുകളിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടത്. വെള്ളത്തിലേക്ക് ഭാരമുള്ള എന്തോ ഒന്ന് വീഴുന്ന ശബ്ദം. ജലപ്പരപ്പിൽ വലിയ അനക്കങ്ങളുണ്ടായി. വെള്ളത്തിനടിയിൽ പ്രകമ്പനം കൊള്ളുന്നതുപോലെ തോന്നി. അത് ഹരിയായിരുന്നു. എന്നെ കാണാതെ വന്ന് അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയതാണ്. അവൻ്റെ ചാട്ടത്തിൻ്റെ പ്രകമ്പനം കൊണ്ടാണോ അതോ പ്രകാശം പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് ചിതറി വീണതുകൊണ്ടാണോ എന്നറിയില്ല. എൻ്റെ കാലിലെ ആ പിടുത്തം പെട്ടെന്നൊന്നയഞ്ഞു. ഒരു നിമിഷത്തേക്ക് മാത്രം. ഒരുപക്ഷെ ആ രൂപം എൻ്റെ ജീവനറ്റ ശരീരം താഴെ ഇട്ടതാകാം. ആ ഒരു നിമിഷം എവിടെ നിന്നാണ് എനിക്ക് ആ ശക്തി ലഭിച്ചതെന്നറിയില്ല. മരണത്തിനു മുമ്പുള്ള അവസാനത്തെ പിടച്ചിലായിരിക്കാം. എൻ്റെ ശരീരത്തിലെ മുഴുവൻ അഡ്രിനാലിനും ഒരുമിച്ച് പ്രവർത്തിച്ചു. അഴിഞ്ഞു കിട്ടിയ വലതുകാൽ ഞാൻ സർവ്വശക്തിയുമെടുത്ത് മുകളിലേക്ക് കുടഞ്ഞു. കൈകൾ ആഞ്ഞു വീശി ഞാൻ മുകളിലേക്ക് കുതിച്ചു. എൻ്റെ തല ജലപ്പരപ്പിന് മുകളിലേക്ക് പൊന്തി. വായുവിലേക്ക് ഞാൻ വാ തുറന്നു. വലിയ ശബ്ദത്തിൽ ഞാൻ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു. കൂടെ കുറേ വെള്ളവും. ഞാൻ വല്ലാതെ ചുമച്ചു. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഹരി ഉണ്ടായിരുന്നു. അവൻ ഭയന്ന് ചുറ്റും നോക്കുകയായിരുന്നു. പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും പൊന്തി വന്ന എന്നെ കണ്ട് അവൻ ശരിക്കും ഞെട്ടി പിന്നോട്ട് മാറി. എൻ്റെ മുഖം കണ്ട് അവൻ്റെ കണ്ണുകൾ വികസിച്ചു. പിന്നീട് അവൻ പറഞ്ഞാണ് എൻ്റെ അന്നത്തെ രൂപം ഞാൻ അറിയുന്നത്. എൻ്റെ കണ്ണുകൾ ഭയം കൊണ്ട് പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. മുഖത്ത് രക്തയോട്ടം നിലച്ച് നീല നിറം പടർന്നിരുന്നു. ചുണ്ടുകൾ വിളറി വെളുത്തിരുന്നു. ഒരു ജീവച്ചവം പോലെയാണ് ഞാൻ പൊന്തി വന്നത്. മനു, എടാ എന്തു പറ്റി നിനക്ക്? ഹരി പരിഭ്രമത്തോടെ ചോദിച്ചു. എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ചുമച്ച് വെള്ളം ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. ശ്വാസമെടുക്കാൻ ഞാൻ വല്ലാതെ പാടുപെട്ടു. എൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ഞാൻ വീണ്ടും താഴേക്ക് പോകാൻ തുടങ്ങി. ഹരി വേഗം നീന്തി എൻ്റെ അടുത്തേക്ക് വന്നു. അവൻ എൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് എന്നെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഒരു വശം ചെരിഞ്ഞ് നീന്തി എന്നെ കരയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അവൻ്റെ ശരീരത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഒരു ജീവൻ രക്ഷിക്കാനുള്ള അവൻ്റെ തത്രപ്പാട് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പാറക്കെട്ടിൻ്റെ അരികിലേക്ക് അവൻ എന്നെ എത്തിച്ചു. ആദ്യം എന്നെ അവൻ പാറപ്പുറത്തേക്ക് തള്ളിക്കയറ്റി. കറുത്ത പരുക്കൻ പാറയിൽ ഞാൻ കമിഴ്ന്നു വീണു. അവൻ പുറകെ കയറി വന്നു. പാറപ്പുറത്ത് കിടന്ന് ഞാൻ വീണ്ടും ഛർദ്ദിച്ചു. വയറ്റിൽ നിന്നും കുളത്തിലെ കലങ്ങിയ വെള്ളം പുറത്തേക്ക് വന്നു. എൻ്റെ തൊണ്ട പൊട്ടി രക്തം വരുന്നതുപോലെ എനിക്ക് തോന്നി. മഴ വീണ്ടും കനത്തിരുന്നു. തണുത്ത മഴത്തുള്ളികൾ എൻ്റെ നഗ്നമായ പുറത്ത് വീണ് ചിതറിത്തെറിച്ചു. ആ തണുപ്പെൻ്റെ വിറയൽ കൂട്ടി. ഹരി എൻ്റെ പുറത്ത് തടവിക്കൊണ്ടിരുന്നു. എന്താടാ ഉണ്ടായത്? നീ എന്തിനാ നടുക്കോട്ടേക്ക് പോയത്? നിനക്ക് നീന്താൻ അറിയില്ലേ? അവൻ്റെ ചോദ്യങ്ങളിൽ ദേഷ്യവും ഭയവും കലർന്നിരുന്നു. ഞാൻ പതിയെ തിരിഞ്ഞ് മലർന്നു കിടന്നു. ആകാശം കറങ്ങുന്നതുപോലെ. എൻ്റെ ശ്വാസോച്ഛ്വാസം ഇപ്പോഴും സാധാരണ നിലയിലായിരുന്നില്ല. ഞാൻ എൻ്റെ വലതുകാലിലേക്ക് വിരൽ ചൂണ്ടി. ഹരി എൻ്റെ കാലിലേക്ക് നോക്കി. അവൻ്റെ പുരികങ്ങൾ ചുളിഞ്ഞു. ഇതെന്താടാ കാലിലൊരു പാട്? ഞാൻ എൻ്റെ തല അല്പം ഉയർത്തി നോക്കി. എൻ്റെ കണങ്കാലിൽ നീല നിറത്തിൽ 5 പാടുകൾ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. വിരലുകൾ അമർന്നതിൻ്റെ കൃത്യമായ പാടുകൾ. തൊലി കരുവാളിച്ചിട്ടുണ്ട്. എടാ, ആരോ എൻ്റെ കാലിൽ പിടിച്ചു. വെള്ളത്തിനടിയിൽ വെച്ച്. എൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹരി എൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ അവിശ്വാസമായിരുന്നു. എന്താ സംബന്ധമാടാ നീ പറയുന്നത്? വെള്ളത്തിനടിയിൽ വെച്ച് ആര് പിടിക്കാൻ? നമ്മൾ 2 പേരും മാത്രമല്ലേ ഇവിടെയുള്ളൂ. അല്ല ഹരി, അതൊരു കൈയായിരുന്നു. എനിക്ക് നല്ല ഉറപ്പാണ്. ഒരു മനുഷ്യൻ്റെ കൈ പോലെയുള്ള എന്തോ ഒന്ന്. അതെന്നെ അടിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ മുങ്ങിപ്പോയത്. ഞാൻ കിതച്ചുകൊണ്ട് പറഞ്ഞു തീർത്തു. ഹരി കുളത്തിലേക്ക് നോക്കി. മഴത്തുള്ളികൾ വീഴുന്നതല്ലാതെ വെള്ളത്തിൽ മറ്റ് അനക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ആ കറുത്ത വാർക്കെട്ടിൻ്റെ താഴെ വെള്ളത്തിന് വല്ലാത്തൊരു കറുപ്പ് നിറമുള്ളതുപോലെ തോന്നി. അവൻ്റെ മുഖത്തും ചെറിയൊരു ഭയം മിന്നിമറയുന്നത് ഞാൻ കണ്ടു. നീ വെറുതെ പേടിച്ചതാകും. വല്ല വള്ളിയോ മരക്കൊമ്പോ കാലിൽ തടഞ്ഞതാകും. നീന്താൻ കഴിയാതെ വന്നപ്പോൾ നിനക്ക് തോന്നിയതാകും. ഈ പാട് വല്ല പാറയിലും ഉരഞ്ഞതാകും. വാ, വേഗം എഴുന്നേൽക്ക്, ഇവിടുന്ന് പോകാം. അവൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കറിയാമായിരുന്നു അത് വള്ളിയല്ല എന്ന്. വള്ളിക്ക് വിരലുകളില്ല, വള്ളിക്ക് ഐസിൻ്റെ തണുപ്പില്ല. പക്ഷെ ഹരിയോടത് തർക്കിക്കാൻ എനിക്കപ്പോൾ ത്രാണിയുണ്ടായിരുന്നില്ല. ഇവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടണമെന്നത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ പതുക്കെ എഴുന്നേറ്റ് നിന്നു. എൻ്റെ കാലുകൾക്ക് തീരെ ബലമുണ്ടായിരുന്നില്ല. ഞാൻ വീഴാൻ പോയി. ഹരി എന്നെ താങ്ങിപ്പിടിച്ചു. ഞങ്ങൾ വേഗം തോർത്തും ഷർട്ടും ട്രൗസറും എടുത്തു. ദേഹം ശരിക്ക് തുടയ്ക്കാൻ പോലും നിൽക്കാതെ നനഞ്ഞ ദേഹത്ത് തന്നെ വസ്ത്രങ്ങളിട്ടു. മുറയിൽ കാരണം ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ പോലും എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഹരിയാണ് എന്നെ സഹായിച്ചത്. ഞങ്ങൾ തിരികെ പാടത്തിലൂടെ നടക്കാൻ തുടങ്ങി. മഴ കുറഞ്ഞിരുന്നുവെങ്കിലും കാറ്റിന് നല്ല ശക്തിയുണ്ടായിരുന്നു. ഓരോ കാറ്റ് വീശുമ്പോഴും എൻ്റെ ദേഹം കോച്ചി വലിച്ചു. കാലിലെ പാടിൽ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെട്ടു തുടങ്ങി. വരുമ്പോൾ ഉണ്ടായിരുന്ന ആവേശമൊന്നും ഇപ്പോൾ ഞങ്ങൾക്കില്ല. വളരെ വേഗത്തിൽ പരസ്പരം ഒന്നും മിണ്ടാതെ ഞങ്ങൾ നടന്നു. ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞ് ആ കുളത്തിലേക്ക് നോക്കി. ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു സാധാരണ കുളം മാത്രമാണ്. അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മരണം ആരും അറിയില്ല. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് അമ്മാവനും അപ്പൂപ്പനും നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ രൂപം കണ്ട് അവർ ഞെട്ടി. എൻ്റെ മുഖം വിളറിയിരുന്നു. ചുണ്ടുകളിപ്പോഴും നീല നിറത്തിലാണ്. ഞാൻ വിറച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്താടാ ഇത്? എന്തു പറ്റി അവന്? അമ്മാവൻ ഹരിയോട് ചോദിച്ചു. ഒന്നുമില്ലച്ചാ, ഞങ്ങൾ ആ പാടത്തിൻ്റെ അറ്റത്തുള്ള കുളത്തിലൊന്ന് കുളിക്കാൻ ഇറങ്ങിയതാ. ഇവന് തണുപ്പ് പിടിച്ചതാകും. വെള്ളത്തിലൊന്ന് മുങ്ങിപ്പോയി. ഞാൻ പിടിച്ചു കയറ്റി. ഹരി സത്യം പകുതി മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കാലിൽ ആരോ പിടിച്ചുവെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് അവനറിയാം. ഹരി കുളത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ അമ്മാവൻ്റെ മുഖം പെട്ടെന്ന് മാറി. ആ മുഖത്ത് ദേഷ്യവും അതിലേറെ ഭയവും നിഴലിച്ചു. അപ്പൂപ്പനും വല്ലാതായി. കല്ലിടുക്കിലെ കുളത്തിലോ? നിങ്ങളോട് ആര് പറഞ്ഞു അവിടെ പോയി ഇറങ്ങാൻ? ഈ മഴക്കാലത്ത് ആരെങ്കിലും അവിടെ പോയി കുളിക്കുമോടാ? അമ്മാവൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. അദ്ദേഹം ദേഷ്യപ്പെടുന്നത് ഞാൻ ആദ്യമായി കാണുകയായിരുന്നു. അതിനെന്തിനാ അമ്മാവ ഇത്രയും ദേഷ്യപ്പെടുന്നത്? വെള്ളം കണ്ടപ്പോൾ ഒന്ന് കുളിക്കാൻ തോന്നിയതാണ്, ഞാൻ വിറയലോടെ പറഞ്ഞു. നീ മിണ്ടരുത് മനു. എറണാകുളത്ത് നിന്ന് വന്ന് നാട്ടിലെ കാര്യങ്ങളറിയാതെ ഓരോന്ന് കാണിച്ചു വയ്ക്കും. വേഗം അകത്തുപോയി ചൂടുവെള്ളത്തിൽ കുളിച്ച് ഡ്രസ്സ് മാറ്. ബാക്കി ഞാൻ പിന്നെ പറയാം. അമ്മാവൻ എന്നെ ശാസിച്ചു. ഹരി എന്നെ താങ്ങിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി മുറിയിലിരുത്തി. അമ്മമ്മ വേഗം അടുക്കളയിൽ പോയി ചൂടുവെള്ളം എടുത്തുകൊണ്ടുവന്നു. ബാത്റൂമിൽ കയറി ചൂടുവെള്ളം ദേഹത്തൊഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി. പക്ഷെ വെള്ളം കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഭയം ഉള്ളിൽ തോന്നി തുടങ്ങിയിരുന്നു. ബാത്റൂമിലെ ചെറിയ ബക്കറ്റിലെ വെള്ളത്തിൽ പോലും ആ ഐസ് പോലെയുള്ള കൈകൾ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ഭയന്നു. വേഗം കുളി കഴിഞ്ഞ് ഞാൻ മുറിയിലേക്ക് വന്നു. കട്ടിയുള്ള ഒരു പുതപ്പ് പുതച്ച് ഞാൻ കട്ടിലിൽ കിടന്നു. അമ്മൂമ്മ നല്ല ചൂട് ചുക്കുകാപ്പി കൊണ്ടുവന്ന് തന്നു. അത് കുടിച്ചപ്പോൾ തൊണ്ടയിലെ വേദന കുറച്ചു മാറി. വിറയിൽ അല്പം കുറഞ്ഞെങ്കിലും എൻ്റെ ശരീരത്തിന് വല്ലാതെ ചൂട് വയ്ക്കാൻ തുടങ്ങിയിരുന്നു. പനി വരികയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ണുകൾ അടച്ചു കിടന്നു. പക്ഷെ കണ്ണുകൾ അടയ്ക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ കുളത്തിനടിയിലെ കാഴ്ചയാണ്. കലങ്ങിയ പച്ചവെള്ളം, എൻ്റെ കാലിലെ ആ മുറുകിയ പിടുത്തം. ഞാൻ വീണ്ടും വീണ്ടും ഞെട്ടി കണ്ണുകൾ തുറന്നു. ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല. വൈകുന്നേരമായപ്പോഴേക്കും എനിക്ക് നല്ല പനിയായി. ഹരി പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. കുളത്തിലെ വെള്ളം വയറ്റിൽ പോയതുകൊണ്ടാകാം. മരുന്നുകൾ തന്നു. ഒരു ഇഞ്ചക്ഷനും എടുത്തു. മരുന്നിൻ്റെ ഡോസ് മൂലം ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. രാത്രി എഴുന്നേൽക്കുമ്പോൾ മുറിയിൽ നേരിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്ത് മഴയുടെ ശബ്ദം കേൾക്കാം. ജനലുകൾ അടച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ പനി അല്പം കുറഞ്ഞിട്ടുണ്ട്. തലവേദനയുണ്ട്. എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ വലതുകാലിൽ വല്ലാത്ത വേദന തോന്നി. ഞാൻ പുതപ്പ് മാറ്റി നോക്കി. എൻ്റെ കണങ്കാലിലെ ആ 5 പാടുകൾ ഇപ്പോൾ കൂടുതൽ കറുത്തിട്ടുണ്ട്. അത് വെറും ഒരു ഉരയലല്ല എന്ന് ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും.
ആ വിരലുകൾ എൻ്റെ മാംസത്തിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു അത്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഞാൻ നോക്കി. അമ്മാവനായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് രാവിലത്തെ ദേഷ്യമുണ്ടായിരുന്നില്ല, പകരം വല്ലാത്തൊരു ഗൗരവമായിരുന്നു. അദ്ദേഹം വന്നെൻ്റെ കട്ടിലിൻ്റെ അരികിലിരുന്നു. കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. പനി എങ്ങനെയുണ്ട് മനു? അദ്ദേഹം പതുക്കെ ചോദിച്ചു. കുറവുണ്ടമ്മാവ, ഞാൻ പറഞ്ഞു. അദ്ദേഹം എൻ്റെ കാലിലെ പുതപ്പ് അല്പം കൂടി മാറ്റി ആ പാടുകളിലേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ഒരു നെടുവീർപ്പോടെ അദ്ദേഹം എന്നെ നോക്കി. ഹരി എന്നോട് പറഞ്ഞു, അവൻ കണ്ടത് നീ മുങ്ങിപ്പോകുന്നതാണ്. പക്ഷേ നീ അവനോട് പറഞ്ഞു നിന്റെ കാലിൽ ആരോ പിടിച്ചു വലിച്ചു എന്ന്. സത്യം പറയണം മനു, നിനക്ക് അങ്ങനെ തോന്നിയതാണോ അതോ? അദ്ദേഹം ആ വാചകം പൂർത്തിയാക്കിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. തോന്നിയതല്ല മാവ, എനിക്ക് നല്ല ഉറപ്പാണ്. ആരും എൻ്റെ കാലിൽ മുറുകെ പിടിച്ചു. വിരലുകൾ അമരുന്നത് ഞാൻ അറിഞ്ഞു. അതെന്നെ അടിയിലേക്ക് വലിച്ചു. അതാണ് ഞാൻ മുങ്ങിപ്പോയത്. അമ്മാവൻ്റെ മുഖത്ത് ഭയം പടരുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം കുറച്ചു നേരം നിശബ്ദനായിരുന്നു. പുറത്തെ മഴയുടെ ശബ്ദം മാത്രമായിരുന്നു മുറിയിൽ. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റ് പോയി ജനൽപ്പാളികൾ ഒന്നുകൂടി മുറുകെ അടച്ചു. വാതിലും കുറ്റിയിട്ടു. എന്നിട്ട് തിരികെ വന്ന് കസാരയിലിരുന്നു. നീ രക്ഷപ്പെട്ടത് നിന്റെ ഭാഗ്യം കൊണ്ടാണ് മനു. ഒരുപക്ഷെ നമ്മളൊക്കെ ചെയ്ത പുണ്യം കൊണ്ടാകാം. ഇന്ന് നീ നേരിട്ട് കണ്ടത് മരണത്തെയാണ്. അദ്ദേഹം പതുക്കെ പറഞ്ഞു തുടങ്ങി. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ അമ്മാവ പറയുന്നത്? ആരാ എൻ്റെ കാലിൽ പിടിച്ചത്? ആരെങ്കിലും എന്നെ അപായപ്പെടുത്താൻ? അമ്മാവൻ കൈകൾ ഉയർത്തി എന്നെ തടഞ്ഞു. അതൊരു മനുഷ്യനല്ല മനു. ആ കുളത്തിൽ ഒരു മനുഷ്യനും ഒളിച്ചിരിക്കില്ല, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. അതൊരു ജലപ്പിശാചാണ്. ആ വാക്ക് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. ജലപ്പിശാചോ? ഇതൊക്കെ കഥകളിൽ മാത്രമുള്ളതല്ലേ? ഞാൻ എറണാകുളത്ത് IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പ്രേതം, പിശാച് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരിക. പക്ഷെ ഇന്ന് കാലത്ത് ഞാൻ അനുഭവിച്ച ആ തണുപ്പ്, ആ പിടുത്തം, അതൊരു വള്ളിയോ മീനോ ആയിരുന്നില്ല എന്ന് എൻ്റെ ബുദ്ധിക്ക് നന്നായി അറിയാം. ജലപ്പിശാചോ? അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത്? ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? ഞാൻ ചോദിച്ചു. പക്ഷേ എൻ്റെ ശബ്ദത്തിൽ പഴയ ഉറപ്പില്ലായിരുന്നു. അന്ധവിശ്വാസമോ സത്യമോ ആകട്ടെ, പക്ഷേ ആ കുളം അത്ര നല്ല സ്ഥലമല്ല മനു. അതിനൊരു ചരിത്രമുണ്ട്. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ നടന്ന ഒരു സംഭവം. നീയും ഹരിയും ജനിക്കുന്നതിനു മുമ്പാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാത്തത്. അമ്മാവൻ്റെ കണ്ണുകൾ വിദൂരതയിലായിരുന്നു. അദ്ദേഹം പഴയ ഓർമ്മകളിലേക്ക് പോവുകയായിരുന്നു. ഞാൻ ശ്വാസമടക്കി പിടിച്ച് കേട്ടിരുന്നു. എൻ്റെ കാലിലെ പാടുകളിൽ നിന്ന് ഒരു നേരിയ തണുപ്പ് വീണ്ടും ശരീരത്തിലേക്ക് കയറുന്നതുപോലെ എനിക്ക് തോന്നി. അമ്മാവൻ തുടർന്നു. നമ്മുടെ ഈ തറവാടിന് 2 പറമ്പപ്പുറത്ത് ഒരു വീടുണ്ടായിരുന്നു. അവിടെ രാഘവൻ എന്നുപേരുള്ള ഒരാൾ താമസിച്ചിരുന്നു. അയാൾ ഈ നാട്ടിലെ വലിയൊരു പ്രമാണിയായിരുന്നു. പക്ഷേ അയാൾക്ക് ഒരേയൊരു ഭ്രാന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: മീൻപിടുത്തം. രാവും പകലും അയാൾ ചൂണ്ടയും വലയുമായി നടക്കും. പുഴയിലും തോടിലുമൊക്കെ പോയി വലിയ മീനുകളെ പിടിക്കും. ഈ മഴക്കാലത്ത് വെള്ളം പൊങ്ങുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ആവേശമാണ്. അമ്മാവനൊന്ന് നിർത്തി. എൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. എൻ്റെ നെഞ്ചെടുപ്പ് കൂടുകയായിരുന്നു. 1 വർഷം ഇതുപോലെ നല്ല മഴയുള്ള സമയം. ഒരാഴ്ചയായിട്ടും മഴ തോർന്നില്ല. പാടത്തൊക്കെ വെള്ളം കയറി. ആ സമയത്താണ് രാഘവൻ കേൾക്കുന്നത് ഈ കല്ലൊടുക്കിലെ കുളത്തിൽ വലിയ വരാൽ മീനുകൾ വന്നിട്ടുണ്ടെന്ന്. അന്ന് കുളത്തിനു ചുറ്റും ഇന്നത്തേക്കാൾ വലിയ കാടായിരുന്നു. ആരും അധികം അങ്ങോട്ട് പോകാറില്ല. പക്ഷെ മീനെന്ന് കേട്ടാൽ രാഘവന് പിന്നെ പേടിയില്ല. ആ ദിവസം വൈകുന്നേരം നല്ല ഇരുട്ട് വീഴുന്ന സമയം അയാൾ ഒരു വലിയ ചൂണ്ടയും ബക്കറ്റുമായി ആ കുളത്തിലേക്ക് പോയി. എനിക്ക് ആ രംഗം എൻ്റെ മനസ്സിൽ കാണാമായിരുന്നു. കറുത്ത പാറക്കെട്ട്, ഇരുണ്ട വെള്ളം, മഴയത്ത് ചൂണ്ടയുമായി നിൽക്കുന്ന രാഘവൻ. എൻ്റെ ദേഹമൊന്ന് വിറച്ചു. രാത്രി ഒരുപാട് വൈകിയിട്ടും രാഘവൻ തിരിച്ചു വന്നില്ല. അയാളുടെ ഭാര്യ പേടിച്ച് നാട്ടുകാരെ വിവരം അറിയിച്ചു. അന്ന് രാത്രി തന്നെ ഞാനും നിന്റെ അപ്പൂപ്പനും കുറേ നാട്ടുകാരും കൂടി റാന്തൽ വിളക്കം കത്തിച്ച് അയാളെ തിരയാനിറങ്ങി. പാടത്തുകൂടി നടന്ന് ഞങ്ങൾ ആ കുളത്തിൻ്റെ കരയിലെത്തി.
അവിടെ കണ്ട കാഴ്ച ഞങ്ങളെ ശരിക്കും ഭയപ്പെടുത്തി. അമ്മാവൻ്റെ ശബ്ദം നേർത്തു വന്നു. എന്തായിരുന്നു അത്? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. കുളക്കരയിലെ ഒരു വലിയ പാറപ്പുറത്ത് രാഘവൻ്റെ തോർത്തും ബക്കറ്റും ഇരിപ്പുണ്ട്. ചൂണ്ട അതിൻ്റെ അടുത്തായി കിടക്കുന്നു. പക്ഷെ രാഘവനെ മാത്രം അവിടെ എങ്ങും കണ്ടില്ല. ഞങ്ങൾ വിളിച്ചു നോക്കി, കുളത്തിൽ ലൈറ്റ് അടിച്ചു നോക്കി, ഒന്നും കണ്ടില്ല. അയാളെങ്ങാനും വഴുതി വെള്ളത്തിൽ വീണതാകാമെന്ന് ഞങ്ങൾ കരുതി. പക്ഷെ രാത്രിയായതുകൊണ്ട് വെള്ളത്തിലിറങ്ങി നോക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ പോലീസും ഫയർഫോഴ്സും വന്നു. അവർ കുളത്തിലിറങ്ങി തിരഞ്ഞു. കുളത്തിന് നല്ല ആഴമുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ആ പാറക്കെട്ടിൻ്റെ താഴെ. അവിടെ കുറെ ഗുഹകൾ പോലെയുള്ള വിടവുകളുണ്ട്. അതിനുള്ളിലൊക്കെ അവർ തപ്പി. ഒടുവിൽ 3-ാമത്തെ ദിവസമാണ് രാഘവൻ്റെ ശരീരം കിട്ടിയത്. അമ്മാവൻ എന്നെ സൂക്ഷിച്ചു നോക്കി. ആ ശരീരം കിട്ടിയ അവസ്ഥയാണ് ഏറ്റവും ഭയാനകമായിരുന്നത്. സാധാരണ വെള്ളത്തിൽ വീണു മരിച്ചാൽ ശരീരം പൊങ്ങി വരും. പക്ഷേ രാഘവൻ്റെ ശരീരം പൊങ്ങിയിരുന്നില്ല. അത് ആ പാറക്കെട്ടിൻ്റെ ഏറ്റവും അടിയിലുള്ള ഒരു വിടവിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അയാളുടെ വലതുകാലിൽ കട്ടിയുള്ള എന്തോ വള്ളികൾ ചുറ്റി വരിഞ്ഞിട്ടുണ്ടായിരുന്നു. വള്ളികളെന്ന് പോലീസ് പറഞ്ഞു. പക്ഷെ അത് വള്ളികളല്ലായിരുന്നു മനു. എൻ്റെ തൊണ്ട വരണ്ടു. ഞാനറിയാതെ എൻ്റെ കാലിലെ പാടുകളിൽ കൈവച്ചു. അയാളുടെ കാലിൽ, കൃത്യമായി കണങ്കാലിൽ, നീല നിറത്തിൽ 5 വിരലുകൾ അമർന്നതിൻ്റെ പാടുകളുണ്ടായിരുന്നു. നീ ഇപ്പോൾ കാണിച്ച അതേപോലെയുള്ള പാടുകൾ. അത്രയും ആഴത്തിൽ ഒരു വള്ളിക്കും മുറുകാൻ കഴിയില്ല. അയാൾ കുളക്കരയിൽ നിൽക്കുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് എന്തോ ഒന്ന് അയാളെ കാലിൽ പിടിച്ച് അടിയിലേക്ക് വലിച്ചതാണ്. അയാൾ പാറയിൽ പിടിച്ച് കിടക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിൻ്റെ ശക്തിക്ക് മുന്നിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അത് അയാളെ വലിച്ചു കൊണ്ടുപോയി ആ ഇരുണ്ട വിടവുകൾക്കുള്ളിൽ വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു. അമ്മാവൻ്റെ വാക്കുകൾ എൻ്റെ തലച്ചോറിൽ ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെ തോന്നി. ഞാൻ ഇന്ന് രാവിലെ രക്ഷപ്പെട്ടത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് എനിക്കപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു. രാഘവനെ കൊന്ന അതേ അജ്ഞാത ശക്തി. എൻ്റെ ജീവനും അതാഗ്രഹിച്ചിരുന്നു. ഹരിയുടെ പെട്ടെന്നുള്ള ഇടപെടൽ മാത്രമാണ് എന്നെ രക്ഷിച്ചത്. എന്താ അമ്മാവ അത്? ആർക്കെങ്കിലും അറിയാമോ അതെന്താണെന്ന്? ഞാൻ ഭയത്തോടെ ചോദിച്ചു. പഴമക്കാർ പറയുന്നത് അതൊരു ജലപിശാചാണെന്നാണ്. വെള്ളത്തിൽ മുങ്ങി മരിച്ച ആരുടെയെങ്കിലും ആത്മാവാകാം. അല്ലെങ്കിൽ ആ കുളത്തിൻ്റെ അടുത്തട്ടിൽ വർഷങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന മറ്റെന്തെങ്കിലും ദുഷ്ടശക്തിയാകാം. വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോൾ അത് ആ പാറക്കെട്ടുകൾക്കുള്ളിലെ ഏറ്റവും ആഴമുള്ള വെള്ളമുള്ള ഗുഹകളിലേക്ക് പോയി ഉറങ്ങും. മഴക്കാലത്ത് കുളം നിറയുമ്പോൾ അത് പുറത്തേക്ക് വരും. അതിന് വിശപ്പില്ല മനു. അതിനു വേണ്ടത് ജീവനുകളാണ്. വെള്ളത്തിൽ അതിൻ്റെ സാമ്രാജ്യത്തിൽ വരുന്നവരെ അത് അടിയിലേക്ക് വലിച്ചുകൊണ്ടുപോകും. അതിൻ്റെ കൂട്ടിന്. അമ്മാവൻ ദീർഘമായി നിശ്വസിച്ചു. ഈ സംഭവം കഴിഞ്ഞ് പിന്നെ ആരും ആ കുളത്തിൻ്റെ അടുത്തേക്ക് പോകാറില്ല. ആ വഴി പോകുന്നത് പോലും ഞങ്ങൾ ഒഴിവാക്കി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് മറന്നു. പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയുകയുമില്ല. അവർക്കൊക്കെ ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്. ഹരിയോട് പോലും ഞാൻ ഈ കഥ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അവൻ കളിയാക്കും. പക്ഷേ ഇന്ന് നീ ഇത് അനുഭവിച്ചറിഞ്ഞു. നിനക്ക് മനസ്സിലായി കാണും, പ്രകൃതിയിൽ മനുഷ്യന് മനസ്സിലാകാത്ത പല കാര്യങ്ങളുമുണ്ടെന്ന്. അമ്മാവൻ പറഞ്ഞത് സത്യമായിരുന്നു. എൻ്റെ എഞ്ചിനീയറിംഗ് ബുദ്ധിക്കും ലോജിക്കിനും ഒരു ഉത്തരവും നൽകാൻ കഴിയാത്ത ഒരു പ്രതിഭാസം ഞാൻ നേരിട്ട് അനുഭവിച്ചിരിക്കുന്നു. സയൻസിനും അപ്പുറത്ത് ചില ശക്തികളുണ്ട്. അത് നാം അംഗീകരിച്ചേ മതിയാകൂ. ഇനി എന്തു ചെയ്യും അമ്മാവ? അതെൻ്റെ പുറകെ വരുമോ? എൻ്റെ ഉള്ളിലെ ഭയം എന്നെക്കൊണ്ട് ചോദിപ്പിച്ചു. അമ്മാവൻ എൻ്റെ തോളിൽ തട്ടി. ഇല്ല മനു, അത് വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ. അതിന് കരയിലേക്ക് വരാൻ കഴിയില്ല. ഇവിടെ നീ സുരക്ഷിതനാണ്. ഈ തറവാട്ടിലേക്ക് അതിന് പ്രവേശിക്കാൻ കഴിയില്ല. പണ്ടത്തെ കാരണവന്മാർ വെച്ച പൂജകളും കാര്യങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. നീ പേടിക്കാതെ ഉറങ്ങാൻ നോക്ക്. നാളെ പനി കുറഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കഴിക്കാം. അദ്ദേഹം എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ തുറക്കുന്നതിനു മുമ്പ് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നിന്നു. ഒരു കാര്യം കൂടി മനു, ഈ സംഭവം നീ നിന്റെ മനസ്സിൽ മാത്രം വെച്ചാൽ മതി. പുറത്ത് ആരോടും പറയണ്ട. ഈ കാലത്ത് ആളുകൾ വിശ്വസിക്കില്ല. മാത്രമല്ല, ഇത്തരം ശക്തികളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് അവരെ വീണ്ടും ഉണർത്താനേ ഉപകരിക്കൂ. മറക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അദ്ദേഹം വാതിലടച്ച് പുറത്തേക്ക് പോയി.
മുറിയിൽ വീണ്ടും ഞാൻ തനിച്ചായി. മഴയുടെ ശബ്ദം ഇപ്പോൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എൻ്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നത് വെള്ളത്തിനടിയിലെ ആ കുമിളകളുടെ ശബ്ദമാണ്. എൻ്റെ കാലിലെ പാടുകളിൽ നിന്ന് ഒരു തണുപ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് അരിച്ചിറങ്ങുന്നത് ഞാൻ അറിഞ്ഞു. അമ്മാവൻ പറഞ്ഞത് അത് കരയിലേക്ക് വരില്ല എന്നാണ്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നിയില്ല. വെള്ളമുള്ള എവിടെയും അതിന് വരാൻ കഴിയില്ലേ? ഞാൻ ഭയത്തോടെ എൻ്റെ മുറിയിലെ അറ്റാച്ച്ഡ് ബാത്റൂമിലെ അടഞ്ഞ വാതിലിലേക്ക് നോക്കി. അവിടെയുള്ള ബക്കറ്റിലെ വെള്ളത്തിൽ, അല്ലെങ്കിൽ ടാപ്പിലെ പൈപ്പുകളിൽ എവിടെയെങ്കിലും ആ ഐസ് കൈകൾ എന്നെ കാത്തിരിപ്പുണ്ടോ? അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. എൻ്റെ കണ്ണുകൾ ആ ബാത്റൂമിൻ്റെ വാതിലിൽ തന്നെ തറഞ്ഞിരുന്നു. ഓരോ തവണ ഇടിമുഴങ്ങുമ്പോഴും ആ വാതിൽ തുറക്കപ്പെടുമോ എന്ന് ഞാൻ ഭയന്നു. എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് അമ്മാവൻ പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിലെ ഭയം എന്നോട് പറയുന്നത് മറ്റൊന്നായിരുന്നു. ആ ജലപിശാച്ച് അതിൻ്റെ ഇരയെ അത്ര പെട്ടെന്നൊന്നും ഉപേക്ഷിക്കില്ല. അതെന്നെ തേടി വരും, തീർച്ചയായും വരും. രാത്രിയുടെ ബാക്കി യാമങ്ങൾ ഒരു ദുസ്വപ്നം പോലെയാണ് കടന്നുപോയത്. പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിലെ ഭയം കൂടി വരികയായിരുന്നു. മുറിയിലെ ഇരുട്ടിൽ എൻ്റെ കണ്ണുകൾ ബാത്റൂമിൻ്റെ വാതിലിൽ തന്നെ തറഞ്ഞിരുന്നു. ഇടയ്ക്കെപ്പോഴോ വാതിലിൻ്റെ അടിയിലൂടെ നേരിയ തണുപ്പ് മുറിയിലേക്ക് അരിച്ചിറങ്ങുന്നതുപോലെ എനിക്ക് തോന്നി. എൻ്റെ വലതുകാലിലെ പാടുകളിൽ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെട്ടു. പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. പൈപ്പിൽ നിന്നും വെള്ളം ഇറ്റു വീഴുന്ന ശബ്ദം. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. പൈപ്പ് ഞാൻ നന്നായി അടച്ചിരുന്നതാണല്ലോ. പിന്നെ എങ്ങനെയാണ് വെള്ളം വീഴുന്നത്? അമ്മാവൻ പറഞ്ഞത് അത് വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ പൈപ്പിലൂടെ വരുന്നതും വെള്ളം തന്നെയല്ലേ? എൻ്റെ ഹൃദയമിടിപ്പ് അതിവേഗത്തിലായി. നെഞ്ചിനുള്ളിൽ ഒരു പെരുമ്പറ കൊട്ടുന്നതുപോലെ. ഞാൻ പുതപ്പ് മാറ്റി പതുക്കെ കട്ടിലിൽ നിന്നും ഇറങ്ങി. കാലുകൾക്ക് നല്ല വിറയലുണ്ടായിരുന്നു. ബാത്റൂമിൻ്റെ വാതിലിനടുത്തേക്ക് ഞാൻ നടന്നു. ഓരോ ചൂടുവയ്ക്കുമ്പോഴും എൻ്റെ ശ്വാസം നിന്നു പോകുന്നതുപോലെ തോന്നി. ഞാൻ പതുക്കെ വാതിലിൻ്റെ കുറ്റി തുറന്നു. അകത്ത് ലൈറ്റ് ഇട്ടിരുന്നില്ല. ജനലിലൂടെ വരുന്ന നേരിയ വെളിച്ചം മാത്രം. വാഷ് ബേസിനിലെ പൈപ്പിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. ബേസിനിൽ കുറച്ച് വെള്ളം കെട്ടി നിൽപ്പുണ്ട്. ആ വെള്ളത്തിന് വല്ലാത്തൊരു കറുപ്പ് നിറമുള്ളതുപോലെ എനിക്ക് തോന്നി. കല്ലെടുക്കിലെ കുളത്തിലെ അതേ കറുപ്പ്. ഞാൻ കൈനീട്ടി പൈപ്പ് അടയ്ക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ആ ബേസിനിലെ വെള്ളത്തിൽ ഒരു ചെറിയ അനക്കം. എൻ്റെ കൈകൾ മരവിച്ചു പോയി. ആ തണുത്ത വിരലുകൾ ആ ചെറിയ വെള്ളത്തിൽ നിന്നും പൊന്തി വന്ന് എൻ്റെ കൈകളിൽ പിടിക്കുമോ എന്ന് ഞാൻ ഭയന്നു. ഞാൻ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. കുറച്ചു നേരം യാതൊരനക്കവുമില്ല. ഞാൻ ധൈര്യം സംഭരിച്ച് പൈപ്പ് മുറുക്കി അടച്ചു. വെള്ളം വീഴുന്നത് നിന്നു. ബേസിനിലെ വെള്ളം ശാന്തമായി. അതൊരു സാധാരണ വെള്ളം മാത്രമായിരുന്നു. അപ്പോഴാണ് എനിക്കെൻ്റെ ഭയത്തിൻ്റെ ആഴം മനസ്സിലായത്. ആ ജലപിശാച്ച് എൻ്റെ ശരീരത്തെ മാത്രമല്ല, എൻ്റെ മനസ്സിനെയും കീഴടക്കിയിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ നോക്കി ചിരിച്ചു. ഭയം നിറഞ്ഞ ഒരു ചിരി. പൈപ്പ് ശരിക്കടയ്ക്കാഞ്ഞതുകൊണ്ട് വീണ വെള്ളത്തെ നോക്കി ഞാൻ ഭയന്നിരിക്കുന്നു. അമ്മാവൻ പറഞ്ഞത് സത്യമാണ്. അത് ആ കുളത്തിൽ മാത്രമാണുള്ളത്. അതിൻ്റെ അതിർത്തികൾ ആ പാറക്കെട്ടുകളാണ്. അതെന്നെ തേടി ഇവിടെ വരില്ല. ഞാൻ എൻ്റെ മുഖത്ത് കുറച്ച് വെള്ളം തെളിച്ചു. മുഖം തുടച്ച് ഞാൻ തിരികെ കട്ടിലിൽ വന്ന് കിടന്നു. അതിനുശേഷം ഞാൻ എപ്പോഴോ ഗാഢമായി ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ പനി പൂർണ്ണമായും മാറിയിരുന്നു. ശരീരത്തിന് നല്ല ഉന്മേഷം തോന്നി. ജനൽ തുറന്നപ്പോൾ പുറത്ത് നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. മഴ നിന്നിരിക്കുന്നു. മരങ്ങളിലെ ഇലകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികളിൽ സൂര്യപ്രകാശം തട്ടി തിളങ്ങുന്നുണ്ട്. ഞാൻ മുറ്റത്തേക്കിറങ്ങി. ശുദ്ധമായ വായു ശ്വാസകോശത്തിലേക്ക് വലിച്ചെടുത്തു. ജീവിച്ചിരിക്കുന്നതിൻ്റെ സന്തോഷം ഞാൻ ശരിക്കും അറിയുകയായിരുന്നു. അപ്പൂപ്പൻ ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു. എൻ്റെ കാലൊച്ച കേട്ട് അദ്ദേഹം തലതിരിച്ചു. മനുവാണോ? പനിയൊക്കെ കുറഞ്ഞോടാ? അദ്ദേഹം സ്നേഹത്തോടെ ചോദിച്ചു. കുറഞ്ഞപ്പൂപ്പ, ഇപ്പോൾ നല്ല ഉഷാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള കസേരയിലിരുന്നു. അപ്പൂപ്പൻ എൻ്റെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കിയിരുന്നു. കാഴ്ച കുറവാണെങ്കിലും ആളുകളുടെ മനസ്സറിയാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവാണ്. അമ്മാവൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ആ കുളത്തെക്കുറിച്ചും അവിടെ നടന്നതിനെക്കുറിച്ചും അദ്ദേഹം പതുക്കെ പറഞ്ഞു തുടങ്ങി. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ നോട്ടം മുറ്റത്തെ നനഞ്ഞ മണ്ണിലായിരുന്നു. അപ്പൂപ്പൻ എൻ്റെ കയ്യിൽ പിടിച്ചു.
ആ പരുക്കൻ കൈകളുടെ സ്പർശനം എനിക്ക് വലിയൊരു ആശ്വാസം നൽകി. മനുവേ, നഗരത്തിലെ തിരക്കിൽ നീ പലതും മറക്കുന്നുണ്ട്. നിന്നെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് എല്ലാം കയ്യിലൊതുങ്ങുമെന്നാണ് വിചാരം. കാശുണ്ടെങ്കിൽ എന്തുമാകാമെന്ന്. പക്ഷെ പ്രകൃതിയെയും അതിൻ്റെ ശക്തിയെയും നിസാരമായി കാണരുത്. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ആ വാക്കുകളിൽ വലിയൊരു സത്യമുണ്ടായിരുന്നു. ആ കുളം വേനലിൽ വറ്റിക്കിടക്കുന്നത് നീ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിരുപദ്രവകാരിയാണ്. പക്ഷേ മഴക്കാലത്തത് മറ്റൊന്നാണ്. പ്രകൃതിക്ക് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്, ചില അതിരുകളുണ്ട്. നമ്മൾ മനുഷ്യർ നമ്മളുടെ അഹങ്കാരം കൊണ്ട് ആ അതിരുകൾ ലംഘിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാത്ത, ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത പലതും ഈ ഭൂമിയിലുണ്ട്. അതിനെയൊക്കെ ആദരിക്കാനും ഭയപ്പെടാനും നമ്മൾ പഠിക്കണം. നിന്റെ അഹങ്കാരമോ ആത്മവിശ്വാസമോ പ്രകൃതിയുടെ മുന്നിൽ വിലപ്പോവില്ല. അപ്പൂപ്പൻ്റെ ഓരോ വാക്കും എൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് എൻ്റെ കഴിവുകൊണ്ടല്ല, വെറുമൊരു ഭാഗ്യം കൊണ്ടാണെന്ന് എനിക്ക് തോന്നി. എറണാകുളത്തെ സിമൻ്റ് കാടുകൾക്കുള്ളിൽ ജീവിക്കുമ്പോൾ ഞാൻ പ്രകൃതിയെ മറന്നിരുന്നു. മഴ പെയ്യുന്നത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാൻ മാത്രമാണെന്ന് ഞാൻ കരുതി. പ്രകൃതിയുടെ ശക്തി എത്രത്തോളമുണ്ടെന്ന് ആ കുളം എന്നെ പഠിപ്പിച്ചു. ഒരുപക്ഷെ നിനക്കെങ്ങനെ ഒരു അനുഭവമുണ്ടായത് നിന്നെ ചില പാഠങ്ങൾ പഠിപ്പിക്കാനായിരിക്കും മനു. മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ. ഇനി നീ ഇതൊന്നും ഓർത്ത് പേടിക്കണ്ട. അത് കഴിഞ്ഞു. ആ കുളം അതിൻ്റെ അതിർത്തി വിട്ടുവരില്ല. നീ പോയി കുളിച്ചു വാ. നമുക്ക് അമ്പലത്തിൽ പോയി വരാം. അപ്പൂപ്പൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് രാവിലെ തന്നെ ഞാനും ഹരിയും അമ്മാവരും കൂടി അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ പോയി. ഗ്രാമത്തിലെ പഴയ ക്ഷേത്രം. അവിടുത്തെ വിശാലമായ അന്തരീക്ഷം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. മേൽശാന്തി എൻ്റെ വലതു കൈയിൽ ഒരു ചരട് ജപിച്ച് കെട്ടിത്തന്നു. അതൊരു വിശ്വാസമായിരിക്കാം. പക്ഷേ ആ ചരട് കയ്യിൽ കെട്ടിയപ്പോൾ എൻ്റെ ഉള്ളിലെ ഭയത്തിൻ്റെ അവസാന അംശവും ഇല്ലാതായതുപോലെ എനിക്ക് തോന്നി. ഒരാഴ്ചത്തെ ലീവ് കഴിഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് മടങ്ങി. തിരികെ ഡ്രൈവ് ചെയ്യുമ്പോൾ വീണ്ടും മഴ തുടങ്ങിയിരുന്നു. പക്ഷേ ഇത്തവണ എനിക്ക് മഴയെ ഭയമില്ലായിരുന്നു. ഞാൻ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി ആ തണുത്ത കാറ്റ് ആസ്വദിച്ചു. മഴത്തുള്ളികൾ പ്രകൃതിയുടെ ജീവനാണ്. അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. തിരികെ ഓഫീസിലെത്തിയപ്പോൾ പുതിയ മാനേജർ രാജീവ് എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഹൗ വാസ് ദി വെക്കേഷൻ മനു? മുഖത്തൊക്കെ നല്ല തെളിച്ചമുണ്ടല്ലോ, അദ്ദേഹം ചോദിച്ചു. ഇറ്റ് വാസ് ഗ്രേറ്റ്. വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അതെത്രത്തോളം സത്യമാണെന്ന് എനിക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പിന്നീടുള്ള എൻ്റെ ജീവിതം മാറിമറിഞ്ഞു. ജോലിയുടെ സമ്മർദ്ദം ഇപ്പോഴുമുണ്ട്, ക്ലയൻറ്റുകളുടെ വഴക്കുകളുമുണ്ട്. പക്ഷേ അതൊന്നും എന്നെ പഴയതുപോലെ ബാധിക്കുന്നില്ല. ഒന്നിനും സമയമില്ല എന്ന് പരാതിപ്പെട്ടിരുന്ന ഞാനിപ്പോൾ സമയം കണ്ടെത്താൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലിരുന്ന് ഞാൻ പുറത്തെ കാഴ്ചകൾ കാണും. ആകാശത്തെ മാറ്റങ്ങൾ ശ്രദ്ധിക്കും. മഴ പെയ്യുമ്പോൾ ആ ശബ്ദം ഞാൻ ആസ്വദിക്കും. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായിരുന്നു. എൻ്റെ വലതുകാലിലെ ആ 5 പാടുകൾ പതുക്കെ മങ്ങിത്തുടങ്ങി. ഇപ്പോൾ അവിടെ വെറുമൊരു നേരിയ കറുപ്പ് നിറം മാത്രമേ ഉള്ളൂ. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഭൂമിയിലെ എൻ്റെ സ്ഥാനം എത്ര ചെറുതാണെന്നും പ്രകൃതിയുടെ നിഗൂഢതകൾക്ക് മുമ്പിൽ ഞാൻ എത്ര നിസ്സാരനാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ. കല്ലിടുക്കിലെ കുളത്തിലെ ആ ജലപ്പിശാച്ച് എൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചതാകാം. പക്ഷേ സത്യത്തിൽ അത് എനിക്ക് നൽകിയത് പുതിയൊരു ജീവനാണ്. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ശാന്തമായ പുതിയൊരു ജീവിതം. ആ കുളത്തിൻ്റെ ഇരുണ്ട അടിത്തട്ടിൽ ഞാൻ ഉപേക്ഷിച്ചു പോന്നത് എൻ്റെ പഴയ അഹങ്കാരങ്ങളെയും ഭയങ്ങളെയുമാണ്. ഇപ്പോൾ ഞാൻ പൂർണ്ണമായും സ്വതന്ത്രനാണ്.